Mesmerizing wedding collection. Tejaswini by Chungat Jewelry. तुम्हारे लिए Make every moment a beautiful celebration with Joya Lucas. കേരളത്തിന്റെ വിഷൻ ക്യാപിറ്റലായ അങ്കമാലിക്ക് കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റിയോടെ 100-ൽ-പരം ഇന്റർനാഷണൽ ബ്രാൻഡുകളുമായി ഇടിമണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ് ഇപ്പോൾ അങ്കമാലിയിൽ. ഇടിമണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ് now at MC Road, അങ്കമാലി. കണ്ണു തുറക്കാം പുതിയ കാഴ്ചകളിലേക്ക്. അപകടങ്ങൾ ഒഴിയാതെ MC റോഡിലെ വേങ്ങൂർ പ്രദേശം. MC റോഡിൽ വേങ്ങൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കാറുകളിലിടിച്ച് ഇന്ന് യുവാവിന് പരിക്കേറ്റു. പാലിശ്ശേരി സ്വദേശി വിമൽ KVക്കാണ് പരിക്കേറ്റത്. വേങ്ങൂർ ഡബിൾ പാലത്തിന് സമീപം കിടങ്ങൂർ കവലയിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30ഓടെയായിരുന്നു അപകടം. കാലടി ഭാഗത്തു നിന്നും അങ്കമാലിയിലേക്ക് വരികയായിരുന്ന യുവാവ് സഞ്ചരിച്ച ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. കാലടി ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ കിടങ്ങൂർ കവലയിൽ വലത്തോട്ടേക്ക് തിരിയുന്നതിനിടെ പിന്നിലൂടെ വരികയായിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് ഇതേ കാറിലും റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു കാറിലും ഇടിക്കുകയായിരുന്നു. കാർ അവിടെ നിന്ന് തിരിഞ്ഞ് സിഗ്നലിലിട്ട് തിരിയണു, റൈറ്റിലേക്ക് തിരിയണു കാലടിയിൽ നിന്ന് വന്ന വഴിക്ക്. ആ പയ്യൻ ഇത് കണ്ടിട്ടില്ല. ഈ റോഡിൻ്റെ ഏകദേശം 80% വരെ വണ്ടി തിരിഞ്ഞതിന് ശേഷം ഇവിടെ അടി നടക്കണം. ആ പയ്യൻ്റെ വരവ് ആ കണ്ടിട്ടുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് വണ്ടി പോയിട്ട് ഇന്നോവ ഉണ്ടല്ലോ അവിടെ കിടക്കുന്നത്, അത് പറ്റുന്ന ഇടിച്ചതിന് ശേഷം പയ്യൻ മറിഞ്ഞു വീഴുന്ന അവിടെ. പിന്നെ ഞാൻ ചെന്നാണ് പിടിച്ചേൽപ്പിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് വണ്ടി നിർത്തിയിട്ട്. ഇവിടെ നിത്യ സംഭവമാണ്. ഇവിടെ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്തില്ലെങ്കിൽ മരണം കളയായിട്ട് മാറും. അതാ ഗുരുതരമായി പരിക്കേറ്റ വിമലിനെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നും നമ്മുടെ വേങ്ങൂർ MC റോഡിൽ വീണ്ടും ഒരു ആക്സിഡൻറ്റ് കൂടി നടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച 3:30-ക്കാണ് ഒരു ചേച്ചി ജോസ്പുരത്തുനിന്ന് വരുന്ന പാർട്ടിയായിരുന്നു. അവർ ഈ MC റോഡിൽ ഈ ജംഗ്ഷനിൽ തന്നെ അപകടപ്പെട്ട് വണ്ടിയുമായി കൂട്ടിയിടിച്ച് മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. നിരന്തര അപകടങ്ങൾ ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ സീബ്ര ക്രോസിങ്ങും കാലയ്ക്ക് സ്ലാബിടുന്ന പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി അപകടങ്ങൾ പരമ്പര തുടരുന്ന സാഹചര്യത്തിലാണ് പല പരാതികളും കൊടുത്ത് ഒടുവിൽ നവകേരള സദസ്സടക്കം വന്ന പരാതിയെ തുടർന്ന് ആ പരാതി പരിഹാരമായിട്ടാണ് കാലയ്ക്ക് സ്ലാബിടുന്ന പണിയും അതോടൊപ്പം സീബ്ര ക്രോസിങ്ങും സിഗ്നലും ബ്ലിങ്കറിംഗ് ലൈറ്റ് ഉൾപ്പെടെ സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ വീണ്ടും ഇവിടെ അപകടങ്ങൾക്ക് യാതൊരു മുടക്കമില്ലാതെ നിരന്തര അപകടങ്ങൾ വരുന്ന ഒരു സാഹചര്യമാണ്. ഒരു പ്രദേശത്ത് നിരന്തരം അപകടങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ ഇതിനൊരു അറുതി വരുത്തുന്ന വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ട് ബന്ധപ്പെട്ട അധികാരിയോട് ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ പരിഹാരമില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് ടാങ്കർ ലോറി ഇടിച്ച് ബൈക്കിൽ സഞ്ചരിച്ച വീട്ടമ്മ മരിച്ചിരുന്നു.